വരാഹാവതാരം. താപസന്മാരായ സനകൻ, സനന്ദകൻ, സനാതനൻ, സനത്കുമാരൻ എന്നിവർ ഒരിക്കൽ വിഷ്ണുവിന്റെ ദർശനത്തിനായി വൈകുണ്ഠത്തിലെത്തി. എന്നാൽ വൈകുണ്ഠത്തിലെ ദ്വാരപാലകന്മാരായ ജയവിജയന്മാർ അവരെ അകത്തേക്ക് കടത്തിവിട്ടില്ല. കോപം പൂണ്ട കുമാരന്മാർ നിങ്ങൾ സാധാരണ മനുഷ്യരായി ഭൂമിയിൽ പിറക്കട്ടെ എന്ന് ജയവിജയന്മാരെ ശപിച്ചു. ശാപമോക്ഷത്തിനായി ജയവിജയന്മാർ വിഷ്ണുവിനെ സമീപിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. വിഷ്ണു അവരോട് 7 ജന്മം വിഷ്ണുഭക്തരായി ജീവിക്കുകയോ 3 വട്ടം വിഷ്ണുവിന്റെ ശത്രുക്കളായി ജനിക്കുകയോ ചെയ്യാമെന്ന് പറഞ്ഞു. 3 ശത്രുജന്മങ്ങൾ മതി എന്ന തീരുമാനത്തിൽ ജയവിജയന്മാർ എത്തിച്ചേർന്നു. ദിതി ഒഴികെ ദക്ഷന്റെ പുത്രിമാർക്ക് എല്ലാവർക്കും പുത്രഭാഗ്യമുണ്ടായി. ദിതി പുത്രഭാഗ്യത്തിനായി കശ്യപനെ സമീപിച്ചു. അപ്പോൾ സമയം സന്ധ്യയായതിനാൽ ഈ നാഴിക ഒന്ന് കഴിഞ്ഞുകൊള്ളട്ടെ എന്ന് കശ്യപൻ ദിതിയോട് പറഞ്ഞു. എന്നാൽ ദിതിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല. അവൾ വികാരാവേശത്തോടെ കശ്യപനെ പുണർന്നു. കശ്യപൻ അവളുടെ വികാരത്തിന് വഴങ്ങിക്കൊടുത്തു. പിന്നീട് സ്വന്തം വിഡ്ഢിത്തത്തെപ്പറ്റി ദിതിക്ക് ബോധമുണ്ടായി. അപ്പോൾ കശ്യപൻ അവളെ സമാധാനിപ്പിച്ചു. രുദ്രഭഗവാന്റെ സമയസീമകളെ ലംഘിച്ചതുകൊണ്ട് നിനക്കുണ്ടാകുന്ന 2 പുത്രന്മാരും അതിഭയങ്കരന്മാരായ അസുരന്മാരായിരിക്കും, കശ്യപൻ പറഞ്ഞു. കൃതയുഗത്തിൽ കശ്യപന്റെയും ദിതിയുടെയും പുത്രന്മാരായി ഹിരണ്യകശിപുവും ഹിരണ്യാക്ഷനും ജനിച്ചു. ജയവിജയന്മാരുടെ പുനർജന്മമായിരുന്നു ഇവർ. ഹിരണ്യാക്ഷനായിരുന്നു ജ്യേഷ്ഠൻ. അയാൾ കരുത്തനും സാധുക്കളെ ദ്രോഹിക്കുന്നവനുമായിരുന്നു. ബ്രഹ്മാവിൽ നിന്ന് നേടിയ വരബലത്തിൽ അജയനായി തീർന്ന ഹിരണ്യാക്ഷൻ അഹങ്കാരം കൊണ്ട് ശത്രുക്കളെ തേടി നടന്നു. തനിക്ക് യുദ്ധം ചെയ്യുവാനും തന്നെ എതിർക്കുവാനും ശക്തനായ എതിരാളിയെ തേടി അയാൾ യാത്ര ആരംഭിച്ചു. ഹിരണ്യാക്ഷൻ ഭൂലോകം മുഴുവൻ ചുറ്റി നടന്നു. എല്ലാവരും അവനെ പേടിച്ചൊളിച്ചു. മഹാശക്തിമാനായ ഹിരണ്യാക്ഷനോട് പൊരുതുവാൻ ലോകത്തുള്ള ആർക്കും കരുത്തുണ്ടായില്ല. ഭൂമിയിലുള്ള രാജാക്കന്മാർ ഹിരണ്യാക്ഷൻ എന്ന പേര് കേട്ടാൽ തന്നെ ഞെട്ടിവിറയ്ക്കുന്ന അവസ്ഥയിലായിരുന്നു. ഒരിക്കൽ ഹിരണ്യാക്ഷൻ ദേവേന്ദ്രനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിച്ച് സൈന്യസമേതം ദേവലോകത്തെത്തി. ഹിരണ്യാക്ഷൻ വരുന്ന വിവരമറിഞ്ഞ ദേവേന്ദ്രൻ ദേവലോകത്ത് നിന്നും ഓടി ഒളിച്ചു. ഭൂമിയിലുള്ളവർ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മറ്റു ലോകത്തുള്ളവർക്ക് സന്തോഷവും സമാധാനവും ഉണ്ടാക്കുന്നു എന്ന് ഹിരണ്യാക്ഷന് തോന്നി. ആ കർമ്മങ്ങൾ മുടങ്ങിയാൽ മറ്റു ലോകത്തുള്ളവർ നശിച്ചുകൊള്ളുമെന്നവൻ കരുതി. സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മനുഷ്യർ വസിക്കുന്ന ഭൂമി തന്നെ നശിപ്പിക്കാമെന്ന് ഹിരണ്യാക്ഷൻ തീരുമാനിച്ചു. ഭൂമിയുടെ വേരുകൾ ഉറപ്പിച്ച് അതിനെ താങ്ങി നിർത്തുന്നത് 8 കുലപർവ്വതങ്ങളായിരുന്നു. ആ പർവ്വതങ്ങളെ 8 നാഗങ്ങളായിരുന്നു താങ്ങിയിരുന്നത്. ആ നാഗങ്ങളെ വഹിക്കുന്നത് 8 ദിഗ്ഗജങ്ങളായിരുന്നു. ഹിരണ്യാക്ഷൻ ആ പർവ്വതങ്ങളുടെ സമീപത്തെത്തി. അവൻ ആ ദിഗ്ഗജങ്ങളെ തന്റെ ഗദ കൊണ്ട് അടിച്ചോടിച്ചു. അതിനുശേഷം 8 നാഗങ്ങളെ തല്ലി മാറ്റി. പിന്നീട് 8 കുലപർവ്വതങ്ങളെ കുലുക്കി ഭൂമിയുടെ വേരുകളെല്ലാം മുറിച്ചു. അതിനുശേഷം ഭൂമിയെ എടുത്ത് കടലിലിട്ടു. കൊടുങ്കാടുകൾ, വലിയ മലകൾ, നദികൾ, നാടുകൾ, നഗരങ്ങൾ, അങ്ങാടികൾ, അങ്ങനെ എല്ലാ ജീവികളും ഭൂമിയോടുകൂടി സമുദ്രത്തിൽ മുങ്ങിപ്പോയി. പിന്നീട് ഹിരണ്യാക്ഷൻ വരുണന്റെ സമീപത്ത് ചെന്നു. അല്ലയോ വരുണ, നീയും ഒരു രാജാവാണെന്ന് പറഞ്ഞ് ഞെളിയുന്നുവല്ലോ. നിനക്ക് ചുണയുണ്ടെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യുക. എന്നോട് പൊരുതുവാൻ കരുത്തുള്ള ഒരു ശത്രുവിനെ തേടി നടന്ന ഞാൻ നടപ്പു തുടങ്ങിയിട്ട് കാലം കുറെയായി. അങ്ങനെ ഒരുവനെ കാണാതെ ഇവിടെ വന്നിരിക്കുകയാണ്. ദേവേന്ദ്രനെ ഞാൻ തിരഞ്ഞു. ആ ഭീരു എവിടെയോ ഓടി ഒളിച്ചു. കാലനോട് പൊരുതുവാൻ ഞാൻ ചെന്നു. എന്റെ മുന്നിൽ പൊരുതാനാവില്ലെന്ന് പറഞ്ഞ് അവനും ഒഴിഞ്ഞു മാറി. അതുകൊണ്ടാണ് ഞാൻ നിന്റെ അടുത്ത് വന്നത്. നിന്നോട് പൊരുതുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അസുരരാജാവേ, അങ്ങയുടെ മുന്നിൽ ഞാൻ വളരെ നിസ്സാരനാണ്. ദേവേന്ദ്രനും കാലനും അങ്ങയോട് പൊരുതുവാൻ കഴിയാതെ കീഴടങ്ങിയിരിക്കുകയാണ്. പിന്നെ എങ്ങനെ ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യും? ശക്തനല്ലാത്ത എന്നോട് പൊരുതുവാൻ അങ്ങ് ആഗ്രഹിക്കുന്നതും ന്യായമല്ല. അങ്ങയോട് പൊരുതുവാൻ ശക്തി തികഞ്ഞ ഒരു ശത്രുവിനെ ഞാൻ പറയാം. അദ്ദേഹം മഹാവിഷ്ണുവാണ്. ഹിരണ്യാക്ഷ, അങ്ങ് മഹാവിഷ്ണുവിനോട് പൊരുതുവാൻ അങ്ങോട്ട് ചെല്ലുക. അങ്ങേക്ക് പറ്റിയ എതിരാളി വിഷ്ണു മാത്രമാണ്. ഹിരണ്യാക്ഷന്റെ വാക്കുകൾ കേട്ട് വരുണൻ പറഞ്ഞു. ഈ സമയം ദേവന്മാരും മഹർഷിമാരും ഹിരണ്യാക്ഷന്റെ ശല്യത്തെക്കുറിച്ച് പരാതി പറയുവാൻ ബ്രഹ്മാവിന്റെ അടുത്തേക്ക് ചെന്നു.
ഹിരണ്യാക്ഷനെ നേരിടുവാൻ മഹാവിഷ്ണുവിനെ കഴിയൂ. നമുക്ക് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കാം. ബ്രഹ്മാവ് പറഞ്ഞു. ഈ സമയം ബ്രഹ്മാവിന്റെ മൂക്കിൽ നിന്നും ഒരു ചെറിയ പന്നി പ്രത്യക്ഷപ്പെട്ടു. അതൊരു വണ്ടിനെ പോലെ വളരെ ചെറുതായിരുന്നു. അടുത്ത നിമിഷം ആ പന്നി ഒരു ആനയെപ്പോലെ വലുതായി. പിന്നീട് ഒരു വലിയ പർവ്വതം പോലെ വളർന്നു. അല്പസമയത്തിനുള്ളിൽ പന്നി മഹാമേരു പർവ്വതത്തേക്കാൾ വലിപ്പം വെച്ചു. ഉടൻ തന്നെ പന്നി ആകാശം മുഴുവൻ വ്യാപിച്ച പോലെ വളർന്നു. വരാഹരൂപിയായ ഭഗവാൻ വിഷ്ണു ഗർജിച്ചു. ബ്രഹ്മാവിനെയും മറ്റു മുനിമാരെയും ബ്രാഹ്മണരെയും ഉത്തേജിപ്പിച്ച അദ്ദേഹത്തിന്റെ ശബ്ദം സകല ദിക്കുകളിലും മാറ്റൊലിക്കൊണ്ടു. വരാഹ ഭഗവാന്റെ കാരുണ്യപൂർണവും സർവമംഗളകരവുമായ ഘോരനാദം ശ്രവിച്ച മഹാമുനിമാരും ചിന്തകന്മാരും 3 വേദങ്ങളിലെയും മംഗളമന്ത്രങ്ങളാൽ അദ്ദേഹത്തെ സ്തുതിച്ചു. ഒരു ഗജത്തെപ്പോലെ വിഹരിച്ചുകൊണ്ട് ജലത്തിലേക്ക് പ്രവേശിച്ച വരാഹം വീണ്ടും ഗർജിച്ചു. വരാഹ ഭഗവാൻ ഭൂമിയെ രക്ഷിക്കാൻ ജലത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വാൽ ചുഴറ്റിയടിച്ചും തോളിലെ രോമങ്ങൾ പ്രകമ്പനം കൊള്ളിച്ചും ആകാശത്തിൽ പറന്നു. അദ്ദേഹത്തിന്റെ തിരനോട്ടം പോലും പ്രകാശപൂർണമായി. അദ്ദേഹം തന്റെ തേറ്റകളാൽ ആകാശത്തിലെ മേഘങ്ങളെ കുത്തിച്ചിതറിച്ചു. വരാഹത്തിന്റെ തേറ്റകൾ ഭയാനകങ്ങളായിരുന്നു. പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന ഭക്തരെ കടാക്ഷിച്ചുകൊണ്ട് ഭഗവാൻ ജലത്തിലേക്ക് പ്രവേശിച്ചു. ഒരു മഹാമേരു പോലെ ജലത്തിലേക്ക് ചാടിയ വരാഹം സമുദ്രത്തെ മധ്യഭാഗത്തു വെച്ച് 2ആയി പിളർക്കുകയും അപ്പോൾ സമുദ്രത്തിന്റെ കരങ്ങൾ പോലെ കൂറ്റൻ തിരമാലകൾ പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. തിരമാലകൾ ഭഗവാനോട് ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ചു. സകല യാഗങ്ങളുടെയും ഭഗവാനെ, ദയവായി എന്നെ 2ആയി പിളർക്കരുതേ. എനിക്ക് സംരക്ഷണമേകുവാൻ കാരുണ്യമുണ്ടാകേണമേ. മൂർച്ചയേറിയ ശസ്ത്രങ്ങൾ പോലുള്ള തന്റെ തേറ്റകളാൽ തുളച്ചു കയറി നീങ്ങിയ വരാഹ ഭഗവാൻ സമുദ്രത്തിന്റെ പരിമിതി കണ്ടുപിടിച്ചു. വരാഹം സമുദ്രത്തിനടിയിലേക്ക് താണു. എല്ലാ ജീവസത്തകളുടെയും വിശ്രമസ്ഥലമായ ഭൂമിയെ സൃഷ്ടിയുടെ പ്രാരംഭത്തിലെ യഥാതഥ സ്ഥിതിയിൽ ജലത്തിനടിയിൽ ദർശിച്ച വരാഹം സ്വയം അതിനെ ഉയർത്തി. സമുദ്രത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന ഭൂമിയെ തേറ്റയിൽ താങ്ങിയെടുത്തുകൊണ്ട് വരാഹസ്വരൂപനായ മഹാവിഷ്ണു മേൽപോട്ട് പൊങ്ങി. അപ്പോൾ നാരദമുനി ഹിരണ്യാക്ഷന്റെ സമീപത്തെത്തി. ഹിരണ്യാക്ഷ, അങ്ങയുടെ ശത്രുവായ മഹാവിഷ്ണു പന്നിയുടെ രൂപം ധരിച്ച് സമുദ്രത്തിൽ അങ്ങ് ഉറപ്പിച്ചു വച്ചിരുന്ന ഭൂമിയെ എടുത്തുകൊണ്ട് പോവുകയാണ്. അങ്ങയുടെ പ്രവൃത്തിയൊക്കെ വെറുതെയായി. അങ്ങേക്ക് വലിയ അപമാനം നേരിട്ടിരിക്കുന്നു. നാരദന്റെ വാക്കുകൾ കേട്ട ഹിരണ്യാക്ഷൻ കോപത്തോടെ വിഷ്ണുവിനെ അന്വേഷിച്ചു പുറപ്പെട്ടു. ഹിരണ്യാക്ഷന് വഴി കാണിച്ചു കൊടുക്കുവാൻ നാരദമുനി മുമ്പിലും ഹിരണ്യാക്ഷൻ പിന്നിലുമായി നടന്നു. അല്പനേരത്തിനുള്ളിൽ ആ അസുരൻ പന്നിയുടെ രൂപം ധരിച്ച് ഭൂമിയെ താങ്ങി നിൽക്കുന്ന മഹാവിഷ്ണുവിന്റെ മുന്നിലെത്തി. അപ്പോഴേക്കും വരാഹരൂപിയായ ഭഗവാൻ ഭൂമിയെ ഉചിതമായ സ്ഥാനത്ത് ഉറപ്പിച്ചു നിർത്തിയിരുന്നു. ഹിരണ്യാക്ഷനും വരാഹരൂപിയായ വിഷ്ണുവും തമ്മിൽ യുദ്ധം തുടങ്ങി. വരാഹമൂർത്തി കാൽവിരൽ കൊണ്ട് ഹിരണ്യാക്ഷന്റെ ചെവിയുടെ സമീപത്തൊരു തുഴി കൊടുത്തു. ഉടനെ ആ രാക്ഷസൻ ചത്തു വീണു. ദേവന്മാർ ആകാശത്ത് നിന്ന് പുഷ്പങ്ങൾ ചൊരിഞ്ഞു. ദേവസ്ത്രീകൾ നൃത്തമാടി. അങ്ങനെ ഭഗവാൻ വരാഹരൂപം ധരിച്ച് ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച് ഭൂമിദേവിയെ രക്ഷിച്ചു.